Friends, welcome back to Perfect Score for Math. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്റഡ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് പെഡഗോഗിയിലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന ടോപ്പിക്കിലെ രണ്ട് മെത്തേഡ്സ് ആണ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇറ്റ് ഈസ് ഫ്രം സ്പെസിഫിക് എക്സാമ്പിൾസ് ടു ജനറലൈസേഷൻ. സ്പെസിഫിക് എക്സാമ്പിൾസിൽ നിന്നും ജനറലൈസേഷനിലോട്ട് എത്തുന്ന മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ്. It is proceeding from concrete to abstract, particular to general, example to formula and direct experiencing. In this method, conclusions are based on repetition at many times. അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് വളരെയധികം റെപ്പറ്റീഷൻസിന് ശേഷമാണ്. എക്സാമ്പിൾസ് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഫസ്റ്റ് എക്സാമ്പിൾ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ ഒരു ജനറലൈസേഷനിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് വരയ്ക്കുന്നു. ഓരോ സെറ്റിലും കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും കൺസ്ട്രക്ട് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ഇതിൽ നിന്നും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നും ഓൾട്ടർനേറ്റ് ആംഗിൾസും ഈക്വൽ ആണ് എന്ന ജനറലൈസേഷനിലോട്ട് എത്തിച്ചേരും. സെക്കൻഡ് വൺ, ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. കുറച്ച് ട്രയാംഗിൾസ് വരയ്ക്കുന്നു. ഓരോ ട്രയാംഗിളിന്റെയും ഇന്റീരിയർ ആംഗിൾസ് മെഷർ ചെയ്ത് സമ്മപ്പ് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ് എന്ന ജനറലൈസേഷനിലോട്ട് എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, എസ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 + 2 + എക്സെട്ര പ്ലസ് എൻ ഈസ് ഈക്വൽ ടു n × n+1/2. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് n ഈസ് ഈക്വൽ ടു 1 എന്ന വാല്യൂവിന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം n ഈസ് ഈക്വൽ ടു k എന്ന വാല്യൂവിന് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് n ഈസ് ഈക്വൽ ടു k+1 എന്ന വാല്യൂവിന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതായത് എന്നിന്റെ കുറച്ച് വാല്യൂസിന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത ശേഷം n എന്ന വാല്യൂവിന് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന ജനറലൈസേഷനിലോട്ട് എത്തിച്ചേരുന്നു. ഇതെല്ലാം ഇൻഡക്റ്റീവ് മെത്തേഡിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് മെത്തേഡ് ആണ്. കണ്ടന്റ് ബിക്കം വെരി ക്ലിയർ ടു ദ സ്റ്റുഡൻസ് ബിക്കോസ് ദേ ഡെവലപ്സ് ദെയർ ഓൺ ഫോർമുലാസ്, ലോസ് ഓർ പ്രിൻസിപ്പിൾസ്. ഈ ഒരു മെത്തേഡിൽ സ്റ്റുഡൻസിന് കണ്ടന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് അവർ തന്നെയാണ് ഫോർമുലാസ്, ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. തിങ്കിങ് ഈസ് ലോജിക്കൽ. ഇവിടെ ലോജിക്കൽ തിങ്കിങ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിഗിനേഴ്സ്. ഇൻക്രീസ് സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. ഹോംവർക്ക് ഈസ് റെഡ്യൂസ്ഡ്. ഇത്രയുമാണ് ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ മെറിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടോപ്പിക്സ്. എല്ലാ ടോപ്പിക്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ടൈം കൺസ്യൂമിംഗ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റുഡൻസ് സ്പെസിഫിക് എക്സാമ്പിൾസിൽ നിന്നും ജനറലൈസേഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് മെത്തേഡ് ആയിരിക്കും. ലബോറിയസ് മെത്തേഡ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്. നമുക്കറിയാം പല തരത്തിലുള്ള സ്റ്റുഡൻസ് ആണുള്ളത്. ഈ ഒരു മെത്തേഡ് എല്ലാ ടൈപ്പിലുള്ള സ്റ്റുഡൻസിനും സ്യൂട്ടബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, അൺപ്രിപ്പയർഡ് ടീച്ചർ കനോട്ട് മേക്ക് യൂസ് ഓഫ് ദിസ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഇൻഡക്റ്റീവ് മെത്തേഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിഡക്റ്റീവ് മെത്തേഡിൽ. ഈ ഒരു മെത്തേഡിൽ ജനറലൈസേഷനിൽ നിന്നും സ്പെസിഫിക് എക്സാമ്പിൾസിലേക്കാണ് എത്തുന്നത്. It is a method of reasoning by which concrete applications or consequences are deducted from general principles or theorems that are deducted from definitions and postulates. അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ പ്രിൻസിപ്പിൾസ്, ലോസ് അല്ലെങ്കിൽ റൂൾസ് ഡയറക്ട്ലി സ്റ്റുഡൻസിന് കൊടുക്കുന്നു. അതിൽ നിന്നും അവർ സ്പെസിഫിക് എക്സാമ്പിൾസിലോട്ട് അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഇറ്റ് ഈസ് പ്രൊസീഡിംഗ് ഫ്രം അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്, general to particular, formula to examples. Students are given formula, rules, laws or principles directly. Examples of deductive method. The deductive method ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Two distinct lines in a plane are either parallel or intersecting. ഇങ്ങനെ ഒരു ജനറലൈസേഷൻ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നു. രണ്ട് ഡിഫറെന്റ് ലൈൻസ്, ഒരു പ്ലെയിനിലെ രണ്ട് ഡിഫറെന്റ് ലൈൻസ് പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ഇതൊരു ജനറലൈസേഷൻ ആണ്. ഇതിൽ നിന്നും
Two distant lines in a plane cannot have more than one point in common എന്ന particular statementലോട്ട് സ്റ്റുഡൻസ് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫോർമുല ഫോർ സൊല്യൂഷൻസ് ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. അതായത് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ജനറൽ ഫോർമുല ഉണ്ട്. സ്റ്റുഡൻസിന് ഡയറക്ട്ലി നമ്മൾ ഈ ഫോർമുല കൊടുക്കുന്നു. സ്റ്റുഡൻസ് ഈ ഫോർമുല പർട്ടിക്കുലർ എക്സാമ്പിൾസിലേക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലത്തിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഡക്റ്റീവ് മെത്തേഡിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ടൈം സേവിംഗ് മെത്തേഡ്. ഇവിടെ നമ്മൾ ഡയറക്ട്ലി പ്രിൻസിപ്പിൾസ്, ലോസ് അല്ലെങ്കിൽ ഫോർമുലാസ് കൊടുക്കുവാണ്. സോ ഇതൊരു ടൈം സേവിംഗ് മെത്തേഡാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടോപ്പിക്സ്, സ്യൂട്ടബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, glorifies the memory. The next one, useful at revision stage. It will increase speed and efficiency, mostly used at higher stage level. Next, demerits of deductive method. It is not a psychological method because നമ്മൾ ഇവിടെ ഡയറക്ട്ലി ഫോർമുലാസ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കൊടുക്കുവാണ്. So it is not a psychological method. There is no originality and creativity. Blind memorization, educationally unsound, reasoning is not clear, students are passive learners. ഇതൊക്കെയാണ് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും ആണ്. ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, വാച്ച് ആൻഡ് ഷെയർ. താങ്ക് യു ഓൾ.